ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. ഞാൻ ഇന്നലെ ഷോർട്സിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ ക്ലബ്ബ് വരെ പോയിരുന്നു എന്നല്ല. അപ്പോൾ അതിൻ്റെ വ്ളോഗാട്ടോ. തണുപ്പ് കാരണമാണ് ആ സ്വെറ്റർ ഇട്ട്. നല്ല തണുപ്പാണ് ഇവിടെ. മോളും സൈഷനും അങ്ങോട്ടേക്കല്ല കേട്ടോ, അവരെന്നെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ആക്കി തരാൻ വേണ്ടി വന്നതാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇന്ത്യൻ ക്ലബ്ബിലേക്ക് പോയിരുന്നത്. മോളായിട്ട് പോയി കഴിഞ്ഞാൽ പരിപാടി കാണലൊന്നും നടക്കില്ല. അവൾക്ക് അത്ര നേരമൊന്നും ഇരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ആൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ബോറടിക്കണോ പോവാ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് പരിപാടി കാണാൻ പറ്റില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി നവംബർ തൊട്ട് കാത്തിരിക്കുകയാണെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ സൈഷേട്ടൻ പറഞ്ഞു, അവർ പുറത്തേക്ക് പൊക്കോളാം, കറങ്ങാനൊക്കെ പോയിട്ട് വന്നോളാം, ആ സമയം കൊണ്ട് നീ പോയി പരിപാടിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന ശേഷം കനിയില്ലാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാറില്ല കേട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കിയ ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോവാറുള്ളത്. അപ്പോൾ എനിക്ക് വലിയൊരു ടെൻഷൻ അവിടെ ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത് 1 മണിക്കൂറിൻ്റെ പരിപാടിയായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പറഞ്ഞ് അവസാനം ഇതാ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കിട്ടി. ദേ അവൾ നിൽക്കുന്നു. ഇതാണ് അമൃതകൃപ. അവൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. ഞാനും അവളൊന്നും ഇവിടെ വന്ന് ഇന്ത്യൻ ക്ലബ്ബിൽ പരിപാടിയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പറയുകയായിരുന്നു, ആദ്യമായിട്ടാണ് പോകുന്നത്, അതും ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട്. അപ്പോൾ അതൊക്കെ പറയുകയായിരുന്നു. അങ്ങനെ സൈഷനും മോളും പോയി. ഞങ്ങളങ്ങനെ പോണ വഴിയിൽ ഷവർമ്മയൊക്കെ വാങ്ങി കേട്ടോ. കാരണം പരിപാടി കുറച്ച് നേരത്തേക്കുള്ള പരിപാടിയുമാണ്. ഞാനാണെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചതും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഷവർമ്മയൊക്കെ വാങ്ങി അവളെ വീട്ടിൽ പോയി. അവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വന്നിരുന്നത്. ഇന്ത്യൻ ക്ലബ്ബിൽ പരിപാടി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ. 7:30 പരിപാടി തുടങ്ങും പറഞ്ഞിരുന്നത്. ഫോൺ വെച്ച ശേഷം ഞങ്ങളുടെ കഥ മൊത്തം 22 വർഷത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയായിരുന്നു. ദേ ഇവളും ഞാനും 3ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ ദാ ബഹ്റിനിലേക്ക് ഒരുമിച്ച്. അപ്പോൾ ഏകദേശം 22 വർഷത്തെ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് കഥ പറയാനുണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഇണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യൻ ക്ലബ്ബിലേക്ക് പോകുന്ന രംഗമാണ് ഈ കാണാൻ പോകുന്നത്. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ കാണാൻ പോകുന്നത് സോണി ചേച്ചിയുടെ പരിപാടിയാണ്. തമ്പനയിൽ കണ്ടല്ലോ അല്ലേ. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കേട്ടോ ഈ കാണുന്നത്. കാരണം ഞാൻ ഏകദേശം ചേച്ചിയെ കണ്ടിട്ട് 3 വർഷമായി. 3 വർഷമാകാൻ കാരണം ഞാൻ നാട്ടിലുള്ളപ്പോൾ ചേച്ചി നാട്ടിലുണ്ടാവില്ല, ചേച്ചി നാട്ടിലുള്ളപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല. അതായിരുന്നു കാരണം. എന്തായാലും അവസാനം നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് ചേച്ചി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, നവംബർ തൊട്ട് കാത്തിരിക്കുന്ന പരിപാടിയാണ്. നവംബറിലായിരുന്നു ചേച്ചി പറയുന്നത് ഇങ്ങനെ പരിപാടി കിട്ടിയിട്ടുണ്ട്, വരുന്നുണ്ട് എന്നൊക്കെ. അന്ന് തൊട്ട് ഞങ്ങളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇന്ത്യൻ ക്ലബ്ബിലോട്ട് എത്തി. ഇനി ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കാം. ഈ പരിപാടി കാണാൻ പോയി അന്ന് രാത്രി പോയതാണ് കേട്ടോ എൻ്റെ സൗണ്ട്. അതാണ് ചെറിയൊരു മാറ്റം തോന്നുന്നത്. നല്ല കോൾഡൊക്കെ പിടിച്ചിരുന്നു. ഇനി അതവിടെ ഇരിക്കട്ടെ. ദേ പരിപാടി ഇപ്പം തുടങ്ങും എന്നും പറഞ്ഞ് ഞങ്ങൾ 3 നോക്കിയിരിക്കുക. പോകുമ്പോൾ ഞാൻ 2 കാണിച്ചുള്ളൂ. ഇനി ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വഴിയെ മനസ്സിലാവും. ഒരു കുഞ്ഞൊരു ഭാവയും കൂടി അവിടെ ഉണ്ടായിരുന്നു. ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയണം കേട്ടോ. അവസാനം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പരിപാടി തുടങ്ങി കേട്ടോ. ഈ പരിപാടിയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറയാം. ഇവിടെയുള്ള സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു വിസ്മയ സന്ധ്യ. ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് അവരുടെ ഉള്ളിലുള്ള ആൾക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അത് പരിഹരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവർ നടത്തിയ പരിപാടിയാണ് കേട്ടോ. അവരുടെ ആദ്യത്തെ പരിപാടിയായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് നടത്തി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് കുഞ്ഞു പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താജുദ്ദീൻ സാറും തസ്നിഖാൻ മാമും സോണി ചേച്ചിയായിരുന്നു ഗസ്റ്റായിട്ടുണ്ടായിരുന്നത്. അവരുടെയൊക്കെ പാട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു പരിപാടി. സമയം പോയത് അറിഞ്ഞതേയില്ല. ഇനി സോണി ചേച്ചിനെ പറ്റി പറയാം. നമ്മളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ നമുക്കൊരു സീനിയർ ചേച്ചീനെ കിട്ടിയിട്ടുണ്ടാവും. നമുക്കൊരു ചേച്ചി ഫീലൊക്കെ കിട്ടുന്ന അല്ലേ. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരാളാണ് കേട്ടോ സോണി ചേച്ചി. സോണി ചേച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ പരപ്പനങ്ങാടിയുടെ ഗാനകോകിലെന്നൊക്കെ വേണം പറയാൻ. അടിപൊളിയായിട്ട് ആൾ പാടും. ദേ ഇവിടെ ഞാനൊന്ന് ആ പാട്ട് കേൾപ്പിക്കാം. ഇനിയൊരു കാര്യം കൂടി അറിയിക്കട്ടെ. ഞാനിനി പറയാൻ പോണ കാര്യവും ഈ വീഡിയോയിൽ കാണുന്ന കാര്യം തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ പരിപാടിയെക്കുറിച്ചല്ല ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സോണി ചേച്ചിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്.
എനിക്ക് സോണി ചേച്ചീനെ പണ്ട് തൊട്ട് അറിയാം കേട്ടോ. നമ്മൾ ഈ സ്കൂളുകളിൽ കലോത്സവത്തിലൊക്കെ പോകുമ്പോൾ അവിടെ നന്നായി പാട്ട് പാടുന്ന ഒരാളുണ്ടെന്ന് അറിയുമ്പോൾ എങ്ങനെയായാലും അത്യാവശ്യം ഫേമസ് ആയിരിക്കുമല്ലോ. അങ്ങനെ സോണി ചേച്ചീനെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് വിട്ടു നിന്നിട്ട്. പക്ഷെ അടുത്തറിയാനുള്ളൊരു അവസരം കിട്ടിയത് ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലാട്ടോ. ഞാൻ +1 സോണി ചേച്ചി +2. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് സോങ്ങിനും ദേശഭക്തി ഗാനത്തിനൊക്കെ ആയിട്ട് ഞാനും ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടീമിനെടുക്കുന്ന സമയത്ത് ഞാനും ആ ടീമിൽ പെട്ടു. അങ്ങനെ എനിക്ക് സോണി ചേച്ചിനെ അടുത്തറിയാൻ പറ്റി. എന്താ പറയുക, അത്രയും ജെനുവനായിട്ട്, അത്രയും കൈൻഡായിട്ട്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ. ആ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സോണി ചേച്ചി ഇന്ന് ഈ സ്റ്റേജിൻ്റെ മുന്നിൽ നിൽക്കുന്നതും. നമുക്കൊരാളെ സ്കൂൾ കാലഘട്ടം തൊട്ട് അറിഞ്ഞിട്ട് ആ ആളൊരു സെലിബ്രിറ്റി ആയിട്ട് നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്നൊരു ഫീലില്ലേ, അതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. സോണി ചേച്ചീൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മൾ ആ വളർച്ച കണ്ടതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എനിക്ക് അത്രയും സന്തോഷം. ഞാനൊരു പ്രൗഡ് മൊമെൻറ്റിലൊക്കെയാണ് നിന്നിരുന്നു കേട്ടോ. ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ നിന്നിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അവരുടെ സന്തോഷം നമ്മളുടെ സന്തോഷമായി കാണുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ വളർന്നിട്ടും അതിൻ്റേതായ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു അഹങ്കാരമോ ജാടയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളത് സോണി ചേച്ചീനെ ാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഞാനൊന്ന് പ്രോഗ്രാം കഴിഞ്ഞ് കിട്ടി സോണി ചേച്ചിയെ കാണാൻ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ 3 വർഷമായി കണ്ടിട്ട്. ഇതൊരു ഡാൻസ് ഷോയിലെ വിന്നറിൻ്റെ ഡാൻസായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തസ്നികാൻ മാമും സോണി ചേച്ചിയും കൂടി പാട്ട് പാടിയിരുന്നു. പിന്നെ സോണി ചേച്ചിയുടെ സിംഗിളായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു ഭാഗം ദേ ഇപ്പം കാണാം. എന്തോ ഒരു ക്യൂട്ട്നെസ് തോന്നി കേട്ടോ എനിക്ക് ആ മുത്തശ്ശന് പാട്ട് ആസ്വദിക്കുന്ന കണ്ടപ്പോൾ. ആസ്വദിക്കൽ മാത്രമായിരുന്നില്ല, അവസാനമൊക്കെ ആയപ്പോൾ ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലെത്തിയൊരു ഫീലാണ് തോന്നിയത് കേട്ടോ. അതിന് സോണി ചേച്ചി സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ടാണോ അറിയില്ല, കുറച്ച് നേരത്തേക്ക് ഞാൻ പരപ്പനങ്ങാടിക്കൊക്കെ എത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് കൊട്ടിക്കലാശായി. എത്ര മണിക്ക് അറിയണോ? 12:30. പുലർച്ചെ 12:30 ആയിരുന്നു കൊട്ടിക്കലാശം കഴിയാൻ. പക്ഷെ പരിപാടി ഗംഭീരമായിരുന്നു കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല എന്ന് വേണം പറയാൻ. എല്ലാവരും നന്നായി അവിടെ പെർഫോം ചെയ്തിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കാത്തിരിക്കുന്ന ആ മൊമെൻ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞത് ഓടിച്ചെന്ന് കണ്ടു കേട്ടോ. ഞാനും കൃപയും കണ്ട് ഒരുപാട് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. എന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ അധികമൊന്നും കിട്ടിയില്ല, കുറച്ച് നേരെ കിട്ടിയിരുന്നുള്ളൂ. ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ. കണ്ട ശേഷം ഞാനും കൃപയും വീട്ടിലേക്ക് മടങ്ങി. 1 മണിക്കാണ് ഞങ്ങൾ ഈ റൂട്ടുമ്പിലുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു. Thank you.